hello, welcome to Competitive Cracker. ഞാൻ ധന്യ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിലെ സൈക്കോളജി എന്നുള്ള ഒരു ഏരിയ അല്ലെ. ലേണിംഗ് എന്നുള്ളൊരു മൊഡ്യൂളിലാണ് ആക്ച്വലി ഈ സൈക്കോളജി പാർട്ട് വരുന്നത്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതും ഒരുപാട് തവണ എക്സാമിന് ചോദിക്കുന്നതായിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തിയറീസ് നമുക്ക് പഠിക്കണം. അതായത് യൂണിഫാക്ടർ തിയറി തൊട്ട് നമ്മുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, അതായത് ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് കുറച്ച് ഇപ്പൊ ഇന്റലിജൻസ് സ്കെയിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ IQ ടെസ്റ്റിനെ കുറിച്ച് ആയിക്കോട്ടെ, അതിന്റെ കൂടെ തന്നെ EQ, അതായത് ഇമോഷണൽ കോഷൻ എന്നുള്ള ആ ഒരു കാര്യം, ഇമോഷണൽ ഇന്റലിജൻസ് അളക്കുന്ന EQ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ഇന്റലിജൻസ് എന്നുള്ള ഒരു ഭാഗത്തിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈക്കോളജിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഞാൻ പറയുവാണ്, ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടാവില്ല എന്നറിയാം. പക്ഷെ ഇനി പഠിച്ചു തുടങ്ങിയാൽ പാസ്സാവോ എന്നൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നവര് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിച്ചതിനനുസരിച്ച് ട്രൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് കിട്ടുമോ ഇല്ല എന്നൊക്കെ അറിയുള്ളൂ അല്ലെ. നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ലാത്തൊരു എക്സാം ആണ് നമ്മുടെ സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി പഠിച്ച് തുടങ്ങിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തന്നെ നിങ്ങളുടെ പഠിത്തം മുന്നോട്ട് പോട്ടെ എന്നാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഡയറക്റ്റ് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സോ കൺസിഡർ ദ ഫോളോയിങ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഇവിടെ നോക്കിക്കേ, ഇതൊരു PYQ ആണ് കേട്ടോ. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും PYQs ആണ്. സോ നിങ്ങൾ നോക്കുക, ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് എല്ലാം PYQ ആണ്. അപ്പൊ ഇതുപോലെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു കോൺസെപ്റ്റ് മാത്രം പഠിച്ചതുകൊണ്ടോ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഇന്റലിജൻസ് സ്കെയില് പറഞ്ഞു, ദെൻ അതിന്റെ തിയറീസ്, അതായത് തിയറീസ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്, അത് മാത്രം പഠിച്ചതുകൊണ്ടായില്ല. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ അതിനൊരു ഉദാഹരണമാണ് ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ. നോക്കിക്കേ, കൺസിഡർ ദ ഫോളോയിങ് സൈക്കോളജിക്കൽ ടെസ്റ്റ്: റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ദ മുല്ലർ ലെയർ ഇല്യൂഷൻ. ഇനി നോക്കിക്കേ, ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. എല്ലാം സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ് അല്ലെ. എല്ലാം സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. ഒന്നാമത്തെ റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് ആണ്, രണ്ടാമത്തെ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ്, മൂന്നാമത്തെ മുല്ലർ ലെയർ ഇല്യൂഷൻ ആണ്. ഇനി ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ A ഇതാണ്: 1 is ഇന്റലിജൻസ് ടെസ്റ്റ്, 2 and 3 are പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇനി 1 is പെർസെപ്ച്വൽ പ്രോസസ് ടെസ്റ്റ്, 2 is പേഴ്സണാലിറ്റി and 3 is ഇൻട്രസ്റ്റ് ഇൻവെന്ററി. ഇനി ഓപ്ഷൻ C: 1 is മെമ്മറി ടെസ്റ്റ്, 2 is ഇമോഷണൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് and 3 is ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റ്. ഇനി ഓപ്ഷൻ D എന്ന് പറയുന്നത് 1 is ഇന്റലിജൻസ് ടെസ്റ്റ്, 2 is പേഴ്സണാലിറ്റി ടെസ്റ്റ് and 3 is പെർസെപ്ച്വൽ പ്രോസസ് ടെസ്റ്റ്. കണ്ടോ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺസെപ്റ്റ് മാത്രം പഠിച്ചവർ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമാണ്, ഇവിടെ കണ്ടോ, ഇവിടെ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ആണോ എന്ന് പോലും നമുക്ക് അറിയില്ല. ആക്ച്വലി ഞാനിവിടെ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്ച്വലി കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇത് ഏത് ഏരിയയിൽ നിന്നാണെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല. അപ്പൊ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഓരോ ക്വസ്റ്റ്യൻസും ഏത് ഏരിയയിൽ നിന്നാണ് വരുന്നത് എന്നൊരു കാര്യം നമുക്ക് നമ്മുടെ എക്സാം ഹാളിൽ പോയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യത്തെ വെച്ച് നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു കാര്യം ചെക്ക് ചെയ്യുക. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റുഡൻസിനും, മാക്സിമം പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ അറിയാൻ പറ്റുന്ന കാര്യം ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, അതായത് കാറ്റ് അല്ലെ. ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കാറ്റ് ആണ്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പേഴ്സണാലിറ്റി അളക്കുന്ന ടെസ്റ്റ് അല്ലെ. പേഴ്സണാലിറ്റി അളക്കുന്ന ടെസ്റ്റ്, അതിന് എന്താണ് പറയുന്നത്? പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ് അല്ലെ. പേഴ്സണാലിറ്റി അളക്കുന്ന ടെസ്റ്റിന് പറയുന്ന പേര് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ്. സോ ആ പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ വരുന്നതാണ് നമ്മുടെ റോർഷാക്ക് ഇംഗ്ബ്ലോട്ട് ടെസ്റ്റ്, ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 2 എന്ന് പറയുന്നത് 2 and 3 are പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതവിടെ നമുക്ക് ഇരുന്നോട്ടെ. ഇനി 2 is പേഴ്സണാലിറ്റി എന്ന് പറയുന്നുണ്ട്, അതും അവിടെ വെക്കാം. ഓപ്ഷൻ സിയിൽ പറഞ്ഞത് 2 is ഇമോഷണൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഓപ്ഷൻ സിനെ മാത്രമേ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴും.
പക്ഷെ നമുക്ക് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ഓപ്ഷനിൽ മാത്രമേ ഇത് കാണുള്ളൂ. ഇവിടെ നമുക്ക് ഭാഗ്യം അധികം ഇല്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ സി മാത്രമാണ് നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പൊ ബാക്കി 3 ഓപ്ഷൻസ് നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇന്റലിജൻസ് ടെസ്റ്റിനെ കുറിച്ചും ഇന്റലിജൻസിനെ കുറിച്ചും പഠിച്ചവർക്ക് റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് എന്ന് പറയുന്നത് ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണെന്ന് അറിയുമെങ്കിൽ രക്ഷപ്പെട്ടു. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ബിയും കൂടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും എന്നിട്ടും അവിടെ 2 ഓപ്ഷൻസ് കിടപ്പുണ്ട്. അപ്പൊ എന്തായാലും ഈ മുല്ലർ ലെയർ ഇല്യൂഷൻ എന്ന് പറയുന്ന കാര്യത്തെ കൂടെ നമുക്ക് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒറ്റ ഓപ്ഷനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആക്ച്വലി അത്ര ആപ്ലിക്കബിൾ ആയിരുന്നില്ല. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത് ഓരോ രീതിയിലാണ്. ഇതില് നമുക്ക് ആ ഒരു കണ്ടന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം എഴുതാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇതാണ് പറയുന്നത്, നമുക്ക് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടാവും, ചിലപ്പോൾ ഭാഗ്യം ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ആക്ച്വലി ആ ഒരു ഭാഗ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ബാക്കി വിശ്വാസം അങ്ങനെയല്ല, പക്ഷെ ഈ ഒരു ഭാഗ്യത്തിൽ ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ പഠിച്ച കാര്യം തന്നെ വരാനായിട്ട് ഒരു ഭാഗ്യം വേണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് അറിയുന്ന ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ബാക്കി 3 ഓപ്ഷൻസിൽ അതില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ പറയുന്നത് മനസ്സിലായോ? അപ്പൊ അങ്ങനെ 2 കാര്യങ്ങൾ വെച്ച് നമുക്ക് കിട്ടും. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് ഈ മുല്ലർ ലെയർ ഇല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പെർസെപ്ച്വൽ പ്രോസസ് ടെസ്റ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബാക്കി 3 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് അറിയാനായിട്ട് സാധിക്കുമായിരുന്നു. എന്തറിഞ്ഞതാണെങ്കിൽ ഈ ഒരു ദ മുല്ലർ ലെയർ ഇല്യൂഷൻ എന്ന് പറഞ്ഞ കാര്യം അറിയുമെങ്കിൽ ഈ പെർസെപ്ച്വൽ പ്രോസസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡിയിൽ മാത്രമേ ഉള്ളൂ, ബാക്കി 3 ഓപ്ഷൻസിലും അതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അറിയുന്ന ഒരു സ്റ്റുഡന്റിന് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ അത് അവസാനം പറഞ്ഞത് അത് അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പെർസെപ്ച്വൽ പ്രോസസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോന്നിനും വിഷ്വലി നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ഒരു കാണിക്കുന്ന ഒരു ഇല്യൂഷൻ ആണ്. ഇപ്പൊ ഈ മുല്ലർ ലെയർ ഇല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഇപ്പൊ ഒരു 2 ആരോ പോലെ ഇപ്പൊ 2 ലെങ്ത് ഉള്ള ഒരു സെയിം ലെങ്ത് ഉള്ള ഒരു വരയാണെന്ന് വിചാരിക്കുക. അതിന്റെ ആ ഡയറക്ഷൻ അനുസരിച്ച്, അതായത് പുറത്തേക്കുള്ളൊരു ഡയറക്ഷൻ ഉണ്ട്, അകത്തോട്ടുള്ളൊരു ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഡയറക്ഷൻ അനുസരിച്ച് ആ ലെങ്ത് തമ്മിൽ അതിന്റെ ലെങ്ത്തിൽ വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു രീതിയാണ് ഈ മുല്ലർ ലെയർ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞവർക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും 3 പെർസെപ്ച്വൽ പ്രോസസ് ടെസ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൈക്കോളജിയിൽ പഠിക്കാനായിട്ടുണ്ട്. അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്റലിജൻസ് ടെസ്റ്റ് ഏതൊക്കെ ഉണ്ട്, വേറെ ഏതൊക്കെയാണ് ഇന്റലിജൻസ് ടെസ്റ്റ് ഉള്ളത് നോക്കിക്കേ. സ്റ്റാൻഫോർഡ് ബിനെറ്റ് ഇന്റലിജൻസ് സ്കെയിൽ ഉണ്ട്. ഇനി വെറ്റ്സ്ലർ അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിൽ ഉണ്ട്. ഇതൊക്കെ ഞാൻ സ്കെയിലാണ് പറയുന്നത്. ദെൻ വെറ്റ്സ്ലർ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ ഉണ്ട്. ദെൻ റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് ഉണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് എന്ന് പറയുന്നത് ഒരു ഇന്റലിജൻസ് സ്കെയിൽ ആണെന്നുള്ളത്, അല്ലെ? സോ ബാക്കിയുള്ള ജസ്റ്റ് പഠിച്ചു വെക്കുക. സ്റ്റാൻഫോർഡ് ബിനെറ്റ് ഇന്റലിജൻസ് സ്കെയിൽ ഉണ്ട്, വെറ്റ്സ്ലർ അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിൽ ഉണ്ട്, വെറ്റ്സ്ലർ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ, അത് അഡൾട്ടിലായിട്ടും ചിൽഡ്രൻ ആയിട്ടും സെപ്പറേറ്റ് ഉണ്ട്. ദെൻ റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്റലിജൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൂടെ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ പെർസെപ്ച്വൽ പ്രോസസ് ടെസ്റ്റില് ഇപ്പൊ മുല്ലർ ലെയർ ഇല്യൂഷൻ പോലെ തന്നെ പോൺസോ ഇല്യൂഷൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇല്യൂഷൻസ് ഉണ്ട്. ഇല്യൂഷൻസ് മീൻസ് പെർസെപ്ച്വൽ പ്രോസസ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, എ പേഴ്സൺ ഹു ക്യാൻ ഈസിലി ഇന്ററാക്ട് ഇൻ എ സോഷ്യൽ കോണ്ടെക്സ്റ്റ് പ്രോസസ്. ആരാണത്? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആണോ ആ വ്യക്തിക്കുള്ളത്? സ്പേഷ്യൽ ഇന്റലിജൻസ് ആണോ? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണോ? നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണോ? അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിലെ സൈക്കോളജി പാർട്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ഏരിയ ആണ് നമ്മുടെ ഹൊവാർഡ് ഗാർഡനറുടെ എന്താണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഞാൻ അത് എടുത്തതിന് കാരണം തന്നെ അതാണ്, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ്. അപ്പോ ഇവിടെ എന്താണ് നോക്കിക്കേ, പേഴ്സൺ ഹു ക്യാൻ ഈസിലി ഇന്ററാക്ട് വിത്ത് ഇൻ എ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ്. അപ്പൊ ഇന്ററാക്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുവാണ്, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു, മറ്റൊരാളായിട്ട് ഇടപഴകാനായിട്ട് നന്നായിട്ട് സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഏത് ഇന്റലിജൻസ് ആണ് അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കാരണം ഇവിടെ എന്താണ്, ഹു ക്യാൻ ഈസിലി ഇന്ററാക്ട് ഇൻ എ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ.
അത് നിങ്ങൾക്ക് അറിയും എന്ന് വിശ്വസിക്കുന്നു. ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നതാണ് അല്ലെ. അതായത് എനിക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ട്, അതായത് സെൽഫ് കോൺഫിഡൻസ് നന്നായിട്ട് ഉള്ള ഒരാള്, അല്ലെങ്കിൽ ഇമോഷണലി സ്വന്തമായിട്ട് സ്റ്റേബിൾ ആവുന്ന ആള്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്ക് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് കൂടുതലായിരിക്കും. ദെൻ സ്പേഷ്യൽ വിഷ്വൽ ഇന്റലിജൻസ് ഉണ്ട്, സ്ഥലപരമായിട്ടുള്ള ബോധം, അങ്ങനെ ആർക്കിടെക്ചേഴ്സിനൊക്കെ കുറച്ച് ഉണ്ടാവും അല്ലെ. പിന്നെ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട്, അത് നമ്മുടെ ബോട്ടണിയൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന പ്രകൃതിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഇന്റലിജൻസ് ആണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് പറയുന്നത്. സോ ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്തായാലും പഠിക്കേണ്ടതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, റോബർട്ട് സ്റ്റേൺബർഗ് പ്രൊപ്പോസ് ഡാഷ് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ്. എന്താണ്? റോബർട്ട് സ്റ്റേൺബർഗ് പ്രൊപ്പോസ് ഡാഷ് ഓഫ് ഇന്റലിജൻസ്. അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ തിയറീസ് ഉണ്ട്, തിയറീസ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്. അപ്പൊ ചോദിക്കും, അതായത് ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ 2 ഫാക്ടർ തിയറി ആരുടെയാണ്, മൾട്ടി ഫാക്ടർ തിയറി ആരുടെയാണ്, പിന്നെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആരുടെയാണ് എന്നുള്ള രീതിയിൽ 2 ഫാക്ടർ തിയറി അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണം. സോ റോബർട്ട് സ്റ്റേൺബർഗ് ഏത് തിയറിയാണ് പ്രൊപ്പോസ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ട്രയാർക്കിക് തിയറിയാണ്. എന്താണ്? ട്രയാർക്കിക് തിയറിയാണ് ആരുടെ എന്ന് പറയുന്നത്? റോബർട്ട് സ്റ്റേൺബർഗിന്റെ അല്ലെ. അപ്പൊ ട്രയാർക്കിക് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ 3 കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. So ശ്രദ്ധിക്കുക, the triarchic theory of intelligence or 3 forms of intelligence formulated by psychometrician Robert Sternberg. Then he aims to go against the psychometric approach to intelligence and take a more cognitive approach which leaves it to the category of the cognitive contextual theories. അപ്പൊ അദ്ദേഹം ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്? കോഗ്നേറ്റീവ് അപ്രോച്ചിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത്. The 3 meta components are also called triarchic components. ഏതൊക്കെയാണ് നോക്കിക്കേ 3 പാർട്സ്? ഒന്ന് കോമ്പണൻഷ്യൽ, എക്സ്പീരിയൻഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ. ഏതൊക്കെയാണ്? കോമ്പണൻഷ്യൽ ഉണ്ട്, എക്സ്പീരിയൻഷ്യൽ ഉണ്ട് ആൻഡ് പ്രാക്ടിക്കൽ ഉണ്ട്. സോ ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇതിന്റെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ്, ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. സോ കോമ്പണൻഷ്യൽ, എക്സ്പീരിയൻഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ, ഈ 3 കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതാണ് നമ്മുടെ ട്രയാർക്കിക് തിയറിയിലെ നമ്മുടെ സ്റ്റേൺബർഗിന്റെ, റോബർട്ട് സ്റ്റേൺബർഗിന്റെ അദ്ദേഹത്തിന്റെ തിയറിയിൽ പറഞ്ഞിട്ടുള്ള 3 പാർട്സ് എന്ന് പറയുന്നത് 3 പാർട്സ്: കോമ്പണൻഷ്യൽ, എക്സ്പീരിയൻഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ തന്നിട്ടുള്ള പാസ് മോഡൽ, എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നിങ്ങൾ കേൾക്കാതിരുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. പാസ് മോഡൽ ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ് ഈ പാസ് മോഡൽ? എന്താണ് ഈ പാസ് എന്ന് പറയുന്നത്? നോക്കിക്കേ, ദ പ്ലാനിങ്, അറ്റൻഷൻ, അറൗസൽ, സൈമൾട്ടേനിയസ് ആൻഡ് സക്സസീവ്, അതാണ് പാസ് എന്ന് പറയുന്നത്. തിയറി ഓഫ് ഇന്റലിജൻസ് ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ഇൻ 1975 ബൈ ദാസ്, കിർബി ആൻഡ് ജർമൻ. ഓക്കെ, അപ്പൊ ആരാണ് നോക്കിക്കേ, ഈ പാസിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കുക. എന്താണ്? പ്ലാനിങ്, അറ്റൻഷൻ, അറൗസൽ, സൈമൾട്ടേനിയസ് ആൻഡ് സക്സസീവ്. അപ്പൊ ചിലപ്പോ എക്സാമിന് ഞാൻ അതായിരിക്കും ചോദിക്കുന്നത്. ഇനി എന്താണ് ഈ ചിലപ്പോൾ ഈ പാസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആയിരിക്കും ചിലപ്പോൾ അടുത്ത തവണ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യകത അല്ലെ. സോ പാസ് എന്ന് പറയുമ്പോൾ പ്ലാനിങ്, അറ്റൻഷൻ, അറൗസൽ, സൈമൾട്ടേനിയസ് ആൻഡ് സക്സസീവ്. തിയറി ഓഫ് ഇന്റലിജൻസ് ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ഇൻ 1975 ആണ് ബൈ ദാസ്, കിർബി ആൻഡ് ജർമൻ. ഓക്കെ ആണല്ലോ? അത് പഠിച്ചു വെക്കുക. ഇനി ബാക്കി 2 ഉണ്ട് അല്ലെ. നോക്കിക്കേ, നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്, SI തിയറി അല്ലെങ്കിൽ SOI തിയറി എന്നൊക്കെ പറയും. അത് ആരുടെയാണ്? നമ്മുടെ ഗിൽഫോർഡിന്റെ ആണ് അല്ലെ. നമ്മുടെ ഗിൽഫോർഡിന്റെ ആണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നമ്മുടെ ഓപ്ഷനിലുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് എന്ന് പറയുമ്പോൾ SI തിയറി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ SOI തിയറി എന്ന് പറയാറുണ്ട്. അപ്പൊ ഇത് ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? ഗിൽഫോർഡ് ആണ് അല്ലെ. JP ഗിൽഫോർഡ് ആണ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് പ്രൊപ്പോസ് ചെയ്തത്. ഏതാണ് ഇയർ നോക്കിക്കേ? 1967 ആട്ടോ. ഓക്കെ, 1967 ആണ്. 1967 ആണ്. അപ്പൊ 1967 ഗിൽഫോർഡ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് എന്ന് പറയുന്ന തിയറി പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതൊരു 3 ഡയമെൻഷൻ ആയിട്ട് ഒരു ക്യൂബ് പോലെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നന്നായിട്ട് പഠിക്കണം. ഇനി ഹേഴ്സ്ബർഗ് മോട്ടിവേഷൻ തിയറി മോഡൽ ഓർ ഫാക്ടർ തിയറി പ്രൊവൈഡ്സ് 2 ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ മോട്ടിവേഷൻ ഇൻ ദ വർക്ക് പ്ലേസ്. ഓക്കെ, അപ്പൊ 2 ഫാക്ടർ തിയറിയും ഗ്രൂപ്പ് ഫാക്ടർ തിയറിയും മൾട്ടിപ്പിൾ ഇന്റലിജൻസും എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കണം. എന്തായാലും ഇന്റലിജൻസ് ഉള്ളൊരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ നിങ്ങൾ മിസ് ചെയ്യരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ എബിലിറ്റി ടു ആക്സസ് ദ ഹയർ മീനിങ്സ്, വാല്യൂസ്, പർപ്പസസ്, ഗോൾസ്
attitudes and unconscious aspect of the self and its relationship to being in the world is സ്പിരിച്വൽ ഇന്റലിജൻസ് ആണോ, ഇമോഷൻ ഇന്റലിജൻസ് ആണോ, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണോ, കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആണോ? അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഇപ്പൊ മീനിങ്, വാല്യൂസ്, പേർപ്പസസ്, ഗോൾസ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് ആണോ എന്നുള്ളത്. ആറ്റിറ്റ്യൂഡ്സ് ഈസ് റിലേറ്റഡ് ടു ഇമോഷൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ ബാക്കിയും കൂടെ വായിക്കുക. അതായത് ഇവിടെ വാല്യൂസ്, പേർപ്പസസ്, ഗോൾസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് അൺകോൺഷ്യസ് ആസ്പെക്ട് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അൺകോൺഷ്യസ് ആസ്പെക്ട് ഓഫ് ദ സെൽഫ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അത് മുഴുവനായിട്ട് വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ആവുന്നത് ഈ ആറ്റിറ്റ്യൂഡ് എന്നതാണെങ്കിൽ നമ്മുടെ പിന്നെ കണ്ണ് എവിടെ മാത്രമേ പോവുള്ളൂ, ഈ ഇമോഷൻ ഇന്റലിജൻസിൽ മാത്രമേ അവിടെ പോവുള്ളൂ. പക്ഷെ അതിന് പകരം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് അവിടെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അൺകോൺഷ്യസ് എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ, സ്പിരിച്വൽ ഇന്റലിജൻസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് എക്സാം ഹാളിൽ പോയി നമ്മൾ തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇവിടുന്ന് എല്ലാം പഠിച്ച് സെറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അവിടെ പോയിട്ടാണ് നമ്മുടെ ഓരോ മണ്ടത്തരങ്ങൾ കൊണ്ട് ക്വസ്റ്റ്യൻസ് തെറ്റുന്നത്. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റലിജൻസ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ റെയിൻബോസ് ഓഫ് ഇന്റലിജൻസ്. അപ്പൊ പലരും കേട്ടിട്ടുണ്ടാവില്ല എന്താണ് ഈ റെയിൻബോസ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഈ റെയിൻബോസ് ഓഫ് ഇന്റലിജൻസ് എന്ന് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റലിജൻസ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ റെയിൻബോസ് ഓഫ് ഇന്റലിജൻസ്. എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ആണോ, മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണോ, വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണോ, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആണോ? അപ്പൊ ഇതും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെ. എക്സിസ്റ്റൻഷ്യൽ, മ്യൂസിക്കൽ ഇന്റലിജൻസ്, വിഷ്വൽ ഓർ സ്പേഷ്യൽ, ദെൻ ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം റെയിൻബോസ് എന്ന് പറയുമ്പോൾ തന്നെ 7 എന്നാണ് നമുക്ക് മൈൻഡിൽ വരുന്നത്. സോ ആദ്യം ഹൊവാർഡ് ഗാർണർ ഒരു 7 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ആണ് ആദ്യം അദ്ദേഹം കണ്ടുപിടിച്ചത്. 7 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ്. പിന്നെ അതിനുശേഷമാണ് ഒരു 2 ടൈപ്പ് ഓഫ് ഇന്റലിജൻസും കൂടെ ആഡ് ചെയ്തത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ റെയിൻബോസ് ഓഫ് ഇന്റലിജൻസ് ആണ്. അപ്പൊ ഇതില് ആദ്യം ഡെവലപ്പ് ചെയ്തതാണ് ഈ മ്യൂസിക്കൽ ഇന്റലിജൻസ്, വിഷ്വൽ, ബോഡിലി കിനസ്തെറ്റിക്. ഇതൊക്കെ ആദ്യത്തെ 7 ഉണ്ടായിരുന്നു. അപ്പൊ പിന്നീട് 2 കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് ഇതിൽ തന്നിട്ടുള്ള എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസും പിന്നെ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസും ആണ്. ബാക്കി 7 അദ്ദേഹം ആദ്യം കണ്ടെത്തിയതാണ്. അതാണ് ഈ റെയിൻബോസ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് 7 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ്. അതിനുശേഷമാണ് 2 ടൈപ്പ് ഓഫ് ഇന്റലിജൻസും കൂടെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. അതാണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസും നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ റെയിൻബോസ് ഓഫ് ഇന്റലിജൻസിൽ വരാത്തത് ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഈസ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസിൽ വരാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഇന്റലിജൻസിലെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ഈ വീഡിയോയിൽ പറയേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് മാത്രമല്ല, ആക്ച്വലി ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇന്റലിജൻസിന്റെ പേരിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ടൈമിനുള്ളിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതുപോലെ ഓരോ ടോപ്പിക്സും എടുക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇനിയുള്ള ദിവസത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാതെ വാരി വലിച്ച് പഠിക്കാനുള്ള ടൈമൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസം നമ്മൾ ഈ ഒരു ഫോക്കസ് ഏരിയാസിൽ നിന്നും എന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സെറ്റ് എന്നുള്ളൊരു കടമ്പ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ നമ്മുടെ CCയിൽ ഇപ്പോൾ സെറ്റിനായിട്ട് പുതിയൊരു ബാച്ച് 45 ഡേയ്സിന്റെ L8 ബാച്ച്, സെറ്റ് ന്യൂ L8 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ഓക്കെ, ആഞ്ഞു പഠിച്ചാൽ സെറ്റ് കൂടെ പോരുന്നേ ഉള്ളൂ. അപ്പൊ ഈ 45 ഡേയ്സിൽ പഠിച്ച് ജയിച്ച ഒരുപാട് പേരാണ് നിങ്ങൾ ആദ്യം കണ്ടത്. നമ്മുടെ കഴിഞ്ഞ റിസൾട്ട് വന്ന സമയത്ത് സെറ്റ് ഈ ഒരു 45 ഡേയ്സിൽ തന്നെ, ഇതെല്ലാവരും 45 ഡേയ്സ് അല്ല കേട്ടോ, ഒരുപാട് പേര് നമ്മുടെ ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് അതിന് ശേഷമുള്ള ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ കുറെ പേര് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ അല്ലെങ്കിൽ 45 ഡേയ്സ് ബാച്ചിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എപ്പോൾ ജോയിൻ ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ എങ്ങനെ പഠിക്കുന്നു ഉള്ളതിലാണ് ആക്ച്വലി കാര്യം എന്ന് പറയുന്നത് അല്ലെ. അല്ലാതെ നമ്മൾ കുറെ മുൻപ് തൊട്ട് പഠിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് ദിവസം മുമ്പാണ് പഠിച്ചത്, അതിലല്ല കാര്യം.
നമുക്ക് എത്ര നോളജ് ഉണ്ട്, നമ്മൾ എങ്ങനെ പഠിക്കുന്നു, നമ്മൾ എങ്ങനെ ആ എക്സാമിനെ കാണുന്നു, എത്ര സീരിയസോടുകൂടെ നമ്മൾ ആ എക്സാമിനെ കാണുന്നു, അതിലാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ച് ജയിച്ചവരാണ് നിങ്ങൾക്ക് ഇവിടെ ഈ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. അതിനിപ്പോ ഇത്ര ദിവസം ഒന്നുമില്ല. സോ 45 ഡേയ്സിന്റെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 9746455514 എന്നുള്ളൊരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോന് താഴെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. ഓക്കെ, വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാം. ആൻഡ് ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ CC ലേണിംഗ് ആപ്പിനെ കുറിച്ചാണ്. സോ CC ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു CC ലേണിംഗ് ആപ്പിലും ഉള്ളത്. അപ്പൊ എന്തായാലും നല്ലൊരു തുടക്കം ആവട്ടെ, നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുവാണ്. താങ്ക് യു.